നമസ്കാരം, ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. വയനാട് റിസോർട്ടിൽ ടെന്റ് തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കൾ. മുക്കുപണ്ടം പണയം വെച്ച് 4.5 ലക്ഷം രൂപ തട്ടിയെടുത്ത വിരുദ്ധനെ പാലക്കാട് കുമാരനെല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 13-കാരനെ തട്ടിക്കൊണ്ടുപോയി ഗർഭിണിയായ അധ്യാപികയുടെ ഗർഭചിത്രം നടത്തി. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. വയനാട് റിസോർട്ടിൽ ടെന്റ് തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കൾ. അപകടത്തിൽ നിഷ്മ മാത്രമാണ് മരണപ്പെട്ടത്. സുഹൃത്തുക്കൾക്ക് ഒപ്പമാണ് മകൾ സഞ്ചരിച്ചത്. മറ്റാർക്കും അപകടത്തിൽ പരിക്കുകൾ സംഭവിച്ചിട്ടില്ല. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. വയനാട് 900 കണ്ടിയിൽ ടെന്റ് പൊട്ടിവീണ് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് മരിച്ച യുവതിയുടെ കുടുംബം രംഗത്തെത്തി. നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മയുടെ കുടുംബമാണ് റിസോർട്ട് ഉടമകൾക്കെതിരെ ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം പോയ നിഷ്മ മാത്രം എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആവശ്യം. സുഹൃത്തുക്കൾക്കൊപ്പം ട്രിപ്പ് പോകുന്നുവെന്ന് പറഞ്ഞാണ് നിഷ്മ വീട് വിട്ട് ഇറങ്ങിയത്. എന്നാൽ ടെന്റിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ടത് നിഷ്മ മാത്രമാണ്. കൂടെ പോയ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല. രക്ഷപ്പെടുത്താൻ പോയവർക്കാണ് അപകടത്തിൽ പരിക്കു പറ്റിയത്. ആരുടെ കൂടെയാണ് പോയതെന്ന് വീട്ടുകാർക്ക് അറിവില്ല. ഇതിൽ വ്യക്തത വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അന്നേ ദിവസം 3 തവണ നിഷ്മ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഉച്ചയ്ക്ക് മുമ്പാണ് വിളിച്ചത്. പിന്നീട് ഫോൺ പരിധിക്ക് പുറത്തായിരുന്നു. രാത്രി വിളിച്ചപ്പോൾ റേഞ്ച് ഇല്ലാത്തതിനാൽ വ്യക്തമായതുമില്ല. 12:30 അപകടം എന്നാണ് വിവരം ലഭിച്ചത്. രാത്രി അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ഒരു അപകടമുണ്ടാകുമ്പോൾ ഒരാൾ മാത്രം അതിൽ പെടുകയില്ല. ഈ വിഷയം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായി അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. മാത്രമല്ല, കൊലക്കുറ്റത്തിന് റിസോർട്ട് ഉടമകൾക്കെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. മഴയിൽ പുല്ലുകൊണ്ട് മേഞ്ഞ ടെന്റിൽ വെള്ളം കെട്ടിനിന്ന ഭാരം കൂടി പൊട്ടി വീഴുകയായിരുന്നുവെന്നാണ് റിസോർട്ട് ഉടമകളുടെ വാദം. ഇത്ര സുരക്ഷിതമല്ലാത്ത ടെന്റ് എന്തിനാണ് അതിഥികൾക്ക് താമസിക്കാൻ നൽകിയതെന്നും കുടുംബം ചോദിക്കുന്നു. വിസ്മയ ന്യൂസ്, വയനാട്. മുക്കുപണ്ടം പണയം വെച്ച് 4.5 ലക്ഷം രൂപ തട്ടിയെടുത്ത വിരുദ്ധനെ പാലക്കാട് കുമാരനെല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുക്കുപണ്ടം പണയം വെച്ച് 4.5 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് പുറമെ വ്യാജ വാഹനാപകടം സൃഷ്ടിച്ച് മരണപ്പെട്ടു എന്ന് കാണിച്ച് വ്യാജ പത്രപരസ്യം നൽകി തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സജീവനെയാണ് കുമാരനെല്ലൂർ പോലീസ് പിടികൂടിയത്. 13-കാരനെ തട്ടിക്കൊണ്ടുപോയി ഗർഭിണിയായ അധ്യാപികയുടെ ഗർഭചിത്രം നടത്തി. DNA ടെസ്റ്റ് നടത്തണമെന്നും അധികൃതർ. 13 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായ അധ്യാപികയുടെ ഗർഭം അലസിപ്പിച്ചു. പിതൃത്വം തെളിയിക്കാനായി ഭ്രൂണത്തിന്റെ സാമ്പിളുകൾ DNA ടെസ്റ്റിന് അയച്ചു. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് 23 വയസ്സുകാരിയായ പ്രതിയുടെ ഗർഭം അലസിപ്പിച്ചത്. ചൊവ്വാഴ്ചയാണ് യുവതിയുടെ ഗർഭം അലസിപ്പിക്കാൻ സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി RR ഭട്ട് അനുമതി നൽകിയത്. സൂറത്ത് സെൻട്രൽ ജയിലിലെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് യുവതി. അമിതമായ രക്തസ്രാവം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റായി. ആരോഗ്യനില മെച്ചപ്പെട്ടതിനു ശേഷം ജയിലിലേക്ക് മാറ്റും. 13 വയസ്സുകാരനിൽ നിന്നാണ് ഗർഭിണിയായതെന്നാണ് ഇവരുടെ മൊഴി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 25-നാണ് കുട്ടിയെയും അധ്യാപികയെയും പ്രദേശത്തു നിന്നും കാണാതായത്. പിന്നീട് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിനൊടുവിൽ ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയായ ഷംലാജിക്ക് സമീപമാണ് ഇരുവരെയും കണ്ടെത്തിയത്. കുട്ടിയുമായി അധ്യാപിക സൂറത്തിൽ നിന്നും പുറപ്പെട്ട് അഹമ്മദാബാദിലും തുടർന്ന് വഡോദര വഴി ഡൽഹിയിലും ബസ്സിലെത്തി. അവിടെ നിന്ന് ഇരുവരും ജയ്പൂരിലേക്ക് കടന്നു. 2 രാത്രി ഒരു ഹോട്ടലിൽ തങ്ങി. CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരെ കണ്ടെത്താനായത്. അധ്യാപികയുടെ വീട്ടിൽ വെച്ചും വട്ടപ്പം വഡോദരയിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചും കുട്ടിയുമായി ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വീട്ടുകാർ തന്നെ വിവാഹത്തിന് നിർബന്ധിച്ചതുകൊണ്ടാണ് കുട്ടിയുമായി നാടുവിട്ടതെന്നും അധ്യാപിക വെളിപ്പെടുത്തിയിരുന്നു. പ്രതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തതെന്നും അന്വേഷണ സംഘം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകളാണ് ഞെട്ടിക്കുന്നത്. അതേസമയം മരിച്ച ഐവിൻ ജിജോയ്ക്ക് കണ്ണീരോടെ നാട് വിട പറഞ്ഞു. ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നു. ഐവിനെ കാറുകൊണ്ട് ഇടിച്ചത് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോട് കൂടി തന്നെയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഐവിന്റെ മരണകാരണം തലക്കേറ്റ പരുക്കാണെന്ന്
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രാഥമികമായി കണ്ടെത്തിയ തലക്കേറ്റ പരിക്കും ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയതുമാണ് മരണകാരണം എന്നാണ്. നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കത്തിനെ തുടർന്ന് CISF ഉദ്യോഗസ്ഥർ ഐവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഐവിനെ കാറിടിപ്പിച്ചു കൊന്ന CIFS ഉദ്യോഗസ്ഥരായ വിനയ് കുമാർ ദാസിനെയും മോഹൻകുമാറിനെയും 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഈ മാസം 29-ാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി. അങ്കമാലി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന മൊഴിയാണ് ഇരുവരും പോലീസിന് നൽകിയിരിക്കുന്നത്. വാഹനം തട്ടിയതിന് പിന്നാലെ ഐവിൻ ജിജോയെ മർദ്ദിച്ചുവെന്നും വീഡിയോ പകർത്തിയത് പ്രകോപിപ്പിച്ചുവെന്നുമാണ് പ്രതികളുടെ മൊഴിയിൽ പറയുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 1-ാം പ്രതി വിനയ് കുമാർ ദാസിനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. CISF ഉദ്യോഗസ്ഥർ അശ്രദ്ധമായി കാറോടിച്ചതാണ് തർക്കത്തിന് തുടക്കം കുറിച്ചതെന്ന് 2-ാം പ്രതി മോഹൻ മൊഴി നൽകി. ഐവിന്റെ കാറിൽ തട്ടിയതോടെ വാക്കേറ്റമുണ്ടായി. പിന്നാലെ നേരിയ സംഘർഷവും. അങ്കമാലി കോടതിയിൽ നിന്ന് പ്രതികളെ ഇറക്കുമ്പോൾ പ്രതിഷേധവുമായി DYFI പ്രവർത്തകരെത്തിയത് സംഘർഷത്തിന് വഴിവെച്ചു. നെടുമ്പാശ്ശേരിയിലെ CISF ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചും പോലീസുമായുള്ള ഉന്തിലും തള്ളിലും കലാശിച്ചിരുന്നു. 100 കണക്കിന് ആളുകളുടെ കണ്ണീർ പ്രണാമത്തോടെയാണ് ഐവിന് നാട് വിട നൽകിയത്. വിസ്മയ ന്യൂസ്, എറണാകുളം. ഇന്നത്തെ ഫിംഗർ പ്രിന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. നന്ദി.